ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MA ബേബി, എങ്ങനെ അനുസ്മരിക്കുന്നു മാർപ്പാപ്പയെ? പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയുമായിരുന്നു. യേശുക്രിസ്തു നിന്ദിതരുടെയും പീഡിതരുടെയും ഒപ്പമായിരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു യേശുക്രിസ്തു. അതേ മൂല്യങ്ങൾ ജീവിതത്തിലും തന്റെ മതപരമായ ചുമതലകൾ നിർവഹിക്കുമ്പോഴും അദ്ദേഹം പിന്തുടർന്നു. ട്രാൻസ്ജെൻഡറുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമീപനം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും പ്രബലമായിരുന്നപ്പോൾ ട്രാൻസ്ജെൻഡറുകളും മനുഷ്യരാണ്, അവരും സ്നേഹവും സംരക്ഷണവും അർഹിക്കുന്നു എന്ന് പറയാനുള്ള ധീരത അദ്ദേഹം കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ടാവും, പറയാനുണ്ടാവും. അദ്ദേഹം ഇന്ത്യയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. വരണമെന്ന് നമ്മളെപ്പോലെ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതിലും നമുക്ക് ദുഃഖമുണ്ട്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ കാട്ടിയ പാതയിലൂടെ പുതിയ മാർപ്പാപ്പയും സഞ്ചരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ ഇന്ന് ഉത്കണ്ഠപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യത്തെ പോപ്പ് എന്നുള്ള നിലയിൽ വിമോചന ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉണ്ടായിരുന്നു. ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഉറച്ചു നിന്ന് വാദിച്ചിരുന്നു. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ശരി, എല്ലാവരും അനുസ്മരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പാവങ്ങളുടെ പാപ്പ എന്നതാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പമാർ സ്വതവേ സൗമ്യശീലരും അതുപോലെ തന്നെ പാവങ്ങളോട് അനുകമ്പയുള്ളവരുമാണ്. അതേ പാത തന്നെ പിന്തുടരുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും ചെയ്ത്. 12 വർഷത്തെ അദ്ദേഹത്തിന്റെ പോപ്പ് ജീവിതത്തിന് ഇടയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും ചെയ്യുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം യാഥാസ്ഥിതികനായി സ്വയം വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തികച്ചും പുരോഗമനവാദിയായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും അത് കാണുകയും ചെയ്യും. സഭയുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി തന്നെ നിന്നുകൊണ്ട് പുരോഗമനപരമായ പല ആശയങ്ങളും സന്ദേശരൂപേണ